നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരുപക്ഷെ നിങ്ങൾ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ ബോസ് ആയിരിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിങ്ങളുടെ സ്റ്റാഫുമായി അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളുമായി നിങ്ങൾ യുദ്ധത്തിലാണെങ്കിൽ, വഴക്കാണെങ്കിൽ, അത് നിങ്ങളുടെ സ്വസ്ഥതയെ, നിങ്ങളുടെ സമാധാനത്തെ തകർക്കുന്നതിന് കാരണമാണ്. നിങ്ങളൊരു സഭയിലായിരിക്കുമ്പോൾ, ഒരു ആത്മീക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ, ആ ദൈവസഭയെ നയിക്കുന്ന, നടത്തുന്ന അധികാരികളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, നിങ്ങളെ നയിക്കുന്നവരുമായി നിങ്ങൾ വഴക്കാണെങ്കിൽ, ഒരിക്കലും ആ ആരാധനയിൽ, ആ ചർച്ചിൽ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധം ദൈവികമായിരിക്കണം. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, ആ സ്ഥലത്ത് നമ്മളെ നയിക്കുന്നവർക്ക്, നമ്മളെ നടത്തുന്നവർക്ക് നാം ദൈവഹിതപ്രകാരമുള്ള വിധേയത്വം ഉള്ളവരായിരിക്കും. ദൈവവചന പ്രകാരമുള്ള വിധേയത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും.